സ്റ്റേജ് ആയപ്പോഴേക്കും ഞങ്ങളെ തള്ളി പറയാം. അതായത് നിങ്ങൾ വെച്ച് വൈറലായതിനു ശേഷം ഞങ്ങൾ 2 രൂപ വെച്ച് പെരയുടെ കാശ് കൊടുക്കുന്നില്ല. പെരയുടെ നന്നായിട്ട് കാശ് കൊടുത്തിട്ടുണ്ട്. ഓരോ ദിവസം 1000-2000 വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവരെ സ്ത്രീ വിഷയത്തിൽ നീറ്റാണ്. പെരേരെ കുറ്റം പറയാം. ഈ പെരയുടെ ഒപ്പം ഒരു കള്ളുടിക്ക് പോയ ആളാണ് വിശ്വസിക്കാരൻ. അവിടെ പോയിട്ട് അന്ന് രാത്രി എൻ്റെ ഒപ്പം റോന്ത് പടം കാണാൻ വന്നിട്ട് അവന് ചോറി സഹിക്കാൻ വയ്യാതെ അവൻ ആ തിയേറ്റർ വിട്ട് ഹോസ്പിറ്റലിൽ പോയ പാർട്ടിയാണ്. ഇപ്പോൾ സ്ത്രീ വിഷയത്തിൽ നീറ്റാണ് പറയാം, പെരേരെ കുറ്റം പറയാം. പിന്നെ ഇവന് ഞങ്ങളോട് ഒരു ആത്മാർത്ഥതയേ ഇല്ല. ഞങ്ങളുടെ ഫെയിം ഉപയോഗിക്കും. ഇപ്പൊ നിങ്ങൾ തെറ്റാൻ കാരണം എന്താണ്? ഇപ്പൊ വിഷ്ണു കൊച്ചിക്കാരൻ നിങ്ങൾക്ക് എതിരെ തിരിയാനുള്ള കാരണം എന്താണ്? പെരേരുടെ എന്തോ കണ്ണകിയുടെ ഇഷ്യൂ ആണ്. എന്റെ ക്യാൻസറിന് അതിന്റെ ഇഷ്യൂ ആണ്. ഇവൻ വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പൊ എനിക്ക് കിട്ടിയ ഇൻഫോർമേഷൻ എന്നെ അത് പോലീസ് ഒറ്റ കൊടുത്തിട്ട് വേണം പറയണം. എന്നെ ഇവിടെ ഇവൻ പറഞ്ഞ വലിയ കാര്യം ചെയ്തോണ്ട് എനിക്ക് ഞാൻ എന്നെ ചോദിച്ചു വേണോട്ടോ. അപ്പൊ തടി തപ്പുകയാണ്. എന്നെ അന്ന് തൃപ്പൂണ്ടൽ ലോഡ്ജോട്ട് തിരിച്ച് വീട്ടിൽ കൊണ്ടിട്ട് പോലീസ് വന്നത് മൊത്തത്തില്ല. പോലീസ് ഇൻഫോർമേഷൻ കൊടുത്ത് വേണം പറയാം. അപ്പോൾ 2 ദിവസം കഴിയുമ്പോഴേക്ക് എനിക്കത് കേസ് കൊടുത്താണ് നദിയുടെ ഫോട്ടോയിൽ ഇട്ടു. പിന്നെ ഇവൻ ഇവിടെ ജയിലിൽ വന്ന് കണ്ടിട്ടൊന്നുമില്ല. പിന്നെ ഇവൻ ലൊടിക്ക് അഡ്വക്കേറ്റിന് വെച്ചു, ഒരു കഴിവില്ലാത്ത. എന്നിട്ട് ആ അഡ്വക്കേറ്റ് മാറ്റാൻ എൻ്റെ സിസ്റ്റേഴ്സ് കഷ്ടപ്പെട്ടു. അവൻ ഭയങ്കര റിവ്യൂ ചോദിച്ചത് വിഡ്രോ ചെയ്യാൻ വേണ്ടി. അതെല്ലാം ഇവൻ എന്തോ പങ്കുണ്ട് അവൻ്റെ അഡ്വക്കേറ്റായി. പിന്നെ ഇവർ പേര് പറഞ്ഞാൽ മലപ്പുറത്തെ പല ആൾക്കാർ പറഞ്ഞു ആറാട്ടൻ്റെ കേസ് വാദിക്കാൻ കാശിൽ തരാം, അതും അടിച്ചു പറ്റിയിട്ടുണ്ടോ അറിയും. ഇവനെ വിശ്വസിക്കാൻ പറ്റും. പിന്നെ ചതിക്കണോന്നാ ഇവൻ എന്താണ് എന്നെ വെച്ച് അന്ന് ക്യാൻസർ വന്നിപ്പിക്കാണ് എന്നെ വെച്ച് കുറേ നെഗറ്റീവ് ഉണ്ടായി. ഇനി ഞാൻ വേറെ അവനെ അടുപ്പിക്കില്ല, നമുക്ക് മതിയായി. ഇപ്പം ഞാൻ ഒരിക്കൽ സൂപ്പർ ബാബയോട് പറഞ്ഞ് ഒരു മലപ്പുറത്ത് പോയി രൂപയാണ് 15,000 രൂപീസാണ്. അവൻ എന്ത് ഫോൺ നമ്പർ കൊടുത്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് കാശ് ചോദിക്കുക. അവൻ തരാൻ പറ്റില്ല. എത്ര രൂപ ചോദിച്ചേ? 15,000 ചോദിച്ചു. അവനെ ഫോൺ നമ്പർ കൊടുത്താന്ന് പറഞ്ഞിട്ട് അന്ന് കാശ് വേണം. എല്ലാത്തിനും അവന് കാശ് വേണം. അതായത് സൂപ്പർ ബാബയ്ക്ക് ഫുഡിൽ എത്ര മാസം വന്നെന്ന് അറിയില്ല. അതൊന്നും നന്ദിയില്ല. എന്ത് ഫുഡ് ഏത് ഡൂളുമാളില് PVR കയറി ഫോർമാളിൽ PVR കയറി അവിടുത്തെ പെപ്സി ഒക്കെയാണ് മാറ്റി പിടിക്കുന്ന. ഞാൻ കൂടുതൽ വെള്ളം ഓടിക്കുന്ന അവിടുത്തെ പെപ്സിയുടെ വെള്ളം അറിയല്ല. എല്ലാം ചെയ്തു കൊടുത്ത് അവസാനം ഇപ്പൊ അവൻ ഞങ്ങൾക്ക് അവനോട് നന്ദിയില്ല. അവനാണ് ഞങ്ങളോട് നന്ദി കാണിക്കില്ല. അവന്റെ കാര്യം എടുപ്പിക്കാൻ അവൻ സ്ഥലം വിട്ടു. ഞങ്ങൾ 2 പേര് ഉപയോഗിച്ചാണ് ഇത്ര പേര്. പിന്നെ വലിയ നന്മം വരെ അവൻ ഫ്രീ ആയിട്ട് ചെയ്യണം. എന്നെ കൊണ്ട് ഞാൻ വാങ്ങിയ കാശില്ലെല്ലാം പറഞ്ഞ പാർട്ടിയാണ് ഇപ്പൊ കാശില്ലാതെ ചെയ്യണം. അത് 300 വീഡിയോ. അത് വിശ്വസിക്കാവുന്ന തമാശ കാര്യം പറയാൻ ഒരു ദിവസം 300 വീഡിയോ. അതിന് വിശ്വസിക്കാൻ പറ്റില്ല. കൂടെ എനിക്ക് ചതിക്കുന്നതാണ്. ചതി ഒരിക്കലും ശ്രമിക്കാൻ പറ്റില്ല. പെരേര എത്ര എന്നെക്കാട്ടിൽ കൂടുതൽ പെരേരയാണ്. എല്ലാ ദിവസവും 1000-2000 വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ വലിയ നന്മമാരെമാരോട് മാറുകയാണ് വിശ്വസിച്ചു. ഞങ്ങൾ രണ്ടുപേരും വേണ്ട വീടെടുത്ത്. ഈ സിനിമാക്കാർക്ക് എന്ത് ഈ ആറട്ടനും പെരേരോട് ഇത്ര പുച്ഛം? ഇതേ സിനിമാക്കാരാണ് വീഡിയോക്കാർ പറഞ്ഞത്. ഇന്ന് പല സിനിമാക്കാരെക്കാട്ടും പോപ്പുലാരിറ്റിയുള്ള ഓൺലൈൻ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസാണ്. അതിൻ്റെ അസൂയ അവർക്കുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഹോൾഡില്ല. അതുകൊണ്ടാണ് തൊപ്പീനെ ചെയ്താനെ എന്നെല്ലാം അറസ്റ്റ് ചെയ്തത്. സിദ്ദിഖല ഒരു റേപ്പ് കേസ് പോലും രക്ഷപ്പെട്ടു നടക്കുകയാണ്. ഈ സുരേഷ് കുമാർ പ്രൊഡ്യൂസർ സ്റ്റേഷൻ്റെ ആൾക്കാർ പറഞ്ഞാൽ ആറാട്ടൻ്റെ പേരിൽ വീഡിയോ എടുക്കേണ്ട. അതിന് വിധത്തിൽ പണ്ട് തിലകന വിലക്ക് പോലും റെഡിയാണ്. പിന്നെ തിയേറ്ററിനോട് പറഞ്ഞു ഞങ്ങളുടെ എടുക്കരുത്, ഞങ്ങളെ പുറത്താക്കണം. ഇത് അവർക്ക് കഴിവില്ലായ്മയാണ്. ഞങ്ങളെ പോപ്പുലറാണ് അവർ ചെയ്യാൻ വയ്ക്കുക. ഇത് അസൂയാണ്, പ്യൂർലി അസൂയാണ്. പിന്നെ സിനിമാ ഫീൽഡ് ഒതുക്കിൽ വന്നാൽ പണ്ട് മുതലേ ഉള്ളതാണ്. ഒതുക്കാൻ തന്നെ നോക്കുന്നത്. അപ്പോൾ ആ തിയേറ്ററിനായിട്ട് ഞാൻ ഇഷ്ടമാണ്. അത് പറഞ്ഞാൽ അയാൾ എന്നൊരു ഭ്രാന്തിനൊരു വേർഡ് വെച്ചപ്പോൾ ഞാൻ റിയാക്ട് ചെയ്തത്. പക്ഷെ അയാൾക്ക് അല്ലാത്ത ദേശമൊന്നുമില്ല. അയാളോട് സിനിമാക്കാർ പറഞ്ഞിരിക്കുകയാണ് ഞങ്ങളെ കയറ്റുന്നത്. ഇതേ സിനിമാക്കാർ പ്രൊഡ്യൂസേഴ്സാണ് മീഡിയക്കാർ പറഞ്ഞാൽ ഞങ്ങൾ വീഡിയോ എടുക്കുന്നത്. ഇതെല്ലാം ഒരു വൃത്തിയുടെ പരിപാടിയാണ്. പിന്നെ എൻ്റെ അന്നത്തെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചെയ്താത്ത കേസിൽ പിന്നിൽ കളിച്ചിട്ട് സിദ്ദിഖാൻ എല്ലാവരും വിചാരം. സിദ്ദിഖ് കളിച്ചിട്ടുണ്ട്. അതിൻ്റെ പിന്നിൽ വേറെ ആളുണ്ട്. പേര് ഞാൻ പറയില്ല. മലയാളത്തിൽ സൂപ്പർ സ്റ്റാർ തന്നെയാണ്. നല്ല പങ്കുണ്ട് എൻ്റെയും ചെയ്തന്നെ. കാരണം പുള്ളി പോലീസിനെ വിളിച്ച് അന്ന് ചെയ്താൻ അറസ്റ്റ് ചെയ്യുമ്പോൾ പോലീസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കേസ് ഞാൻ പുള്ളിയുടെ ആൾക്കാരാണ് കേസ് കൊടുത്തിരിക്കുന്നത്. അവരെന്നെ കൂട്ടാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഭയങ്കര റീച്ചുള്ളതായി 2 തവണ അടിച്ചു കളഞ്ഞു. 2 തവണ ഇൻസ്റ്റാഗ്രാം അടിച്ചു കളഞ്ഞു. ഇപ്പം അതുപോലെ ഇപ്പം ഇനി ഫേസ്ബുക്ക് അടിച്ചു പോകാൻ സാധ്യതയുണ്ട്. കാരണം കമ്മ്യൂണിസ്റ്റുകാർ വിമർശിക്കണമുണ്ട്. കമ്മ്യൂണിസ്റ്റാണ് ഞാൻ പഴയ കമ്മ്യൂണിസ്റ്റിൻ്റെ അനുഭാവിയാണ്. പണ്ടത്തെ കമ്മ്യൂണിസ്റ്റുകാരാണ് ബുദ്ധിജീവികളും നല്ല മനസ്സിലുള്ളവരെ. ഇപ്പോഴത്തെ ആൾക്കാർ കള്ളന്മാരും ഗുണ്ടകളാണ് ഉള്ളതായും തന്നെയാണ്. പക്ഷെ ഇവരെ വിമർശിക്കാൻ പാടില്ല. വിമർശിച്ച് കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇതിപ്പോൾ എല്ലാവരും മതങ്ങൾ ഈ ഇപ്പോൾ ലാലേട്ടനും മോഹൻലാലും മമ്മൂട്ടിയല്ല മനുഷ്യരാണ്. അവർ ദൈവങ്ങളൊന്നല്ല. അവർ നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ലോകം കണ്ട് ഏറ്റവും വെച്ച് നടന്ന പോലെ എപ്പോഴും പറയാറുണ്ട്. ചെയ്താനായിട്ട് എപ്പോൾ ആൾക്കുണ്ടായി ഞാൻ പറയും പുള്ളി ഒരു മോഡൽ ആവറേജ് ആക്ടറാണ്. ഞാൻ പറയും അങ്ങനെയല്ല, വളരെ ടാലൻ്റാണ്. എന്നാൽ വ്യക്തിപരമായ കാര്യം ചിലർ വിയോജിപ്പെടും. പിന്നെ പുള്ളി കുറച്ച് വൈരാഗ്യമുള്ള ആളാണ്. ഞാൻ അന്ന് അത്ര ഇമോഷണൽ കാരണം നേരിട്ട് കണ്ടപ്പോൾ
ആന്റണി പെരുമ്പാവൂർ വളരെ സ്നേഹത്തോടെ എന്നോട് സംസാരിച്ചത്. പക്ഷെ പുള്ളിയെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ലാലേട്ടൻ ആറാടി പറഞ്ഞപ്പോൾ പുള്ളി വൈരാഗ്യമുള്ള ആളാണ്. പക്ഷെ വൈരാഗ്യം വരാൻ കാരണം പറഞ്ഞാൽ വളരെ സെൻസിറ്റീവാണ് പുള്ളി. ഒരുപാട് പേരോട് ഇങ്ങനെയുണ്ട്, ഒരുപാട് പേരോട് ഇങ്ങനെ വൈരാഗ്യമുണ്ട്. അങ്ങനെയൊക്കെയാണ് അവരുടെ കാര്യം നടക്കുന്നത്.